എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പാണ്ഡവരുടെ പൂർവികനായ പുരൂരവസിൻ്റെയും ഉർവശിയുടെയും കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് പുരൂരവസിൻ്റെ കൊച്ചുമകനായ നഹുഷൻ എന്ന രാജാവിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രാപ്തിയുടെയും പിന്നീട് ശാപഗ്രസ്തനായി ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നതിൻ്റെയും കഥയാണ്. പണ്ട് നഹുഷൻ എന്ന പേരുള്ള ഒരു രാജാവ് ജീവിച്ചിരുന്നു. ചന്ദ്രവംശകുലത്തിൽ പുരൂരവസിൻ്റെ മകനായ ആയുസിൻ്റെ മകനായാണ് നഹുഷൻ ജനിക്കുന്നത്. വളരെ നീതിമാനും തികഞ്ഞ പോരാളിയുമായ നഹുഷൻ അങ്ങേയറ്റം മികവാർന്ന രീതിയിൽ ഭരണം നടത്തി മികച്ച ഭരണാധികാരി എന്ന ഖ്യാതി നേടിയെടുത്തു. നഹുഷൻ എന്ന മഹാനായ രാജാവിൻ്റെ പ്രശസ്തി ദേവലോകം വരെ എത്തുകയും ചെയ്തു. നഹുഷൻ്റെ പത്നിയായ അശോകസുന്ദരിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഗണപതിയും സുബ്രഹ്മണ്യനും ശിവപാർവതിമാരുടെ മക്കളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പരമേശ്വരനും പാർവതി ദേവിക്കും ഒരു മകൾ കൂടിയുണ്ട് എന്നത് നമ്മളിൽ എത്ര പേർക്ക് അറിയാം? അവളാണ് അശോകസുന്ദരി. ഒരു നാൾ പരമേശ്വരനും പാർവതി ദേവിയും നന്ദനവനത്തിലെത്തി. അവിടെ വെച്ച് പരമേശ്വരൻ പാർവതി ദേവിക്ക് എന്ത് ആഗ്രഹവും സഫലീകരിച്ച് തരുന്ന കൽപ്പവൃക്ഷത്തെ കാണിച്ചു കൊടുത്തു. പാർവതി ദേവി കൽപ്പവൃക്ഷത്തിന് സമക്ഷമെത്തി തൻ്റെ ആഗ്രഹം പറഞ്ഞു. താൻ വളരെ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്നും അതിന് ഒരു പരിഹാരമെന്നോണം തനിക്ക് ഒരു പെൺകുഞ്ഞിനെ വേണമെന്നുമായിരുന്നു പാർവതി ദേവി ആഗ്രഹിച്ചത്. ഉടൻ തന്നെ കൽപ്പവൃക്ഷം പാർവതി ദേവിക്ക് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിച്ചു. പാർവതി ദേവിയുടെ ശോകമകറ്റിയ സുന്ദരിയായ കുഞ്ഞ് എന്ന അർത്ഥത്തിലാണ് കൽപ്പവൃക്ഷം സമ്മാനമായി നൽകിയ ആ പെൺകുഞ്ഞിന് പാർവതി ദേവി അശോകസുന്ദരി എന്ന നാമം നൽകിയത്. അശോകസുന്ദരിയെപ്പറ്റി പത്മപുരാണത്തിലാണ് പറയുന്നത്. അശോകസുന്ദരിയെ ലഭിക്കുന്നതും പാർവതി ദേവി ഒരു കാര്യം പ്രവചിക്കുന്നു. അശോകസുന്ദരിക്ക് ചന്ദ്രവംശത്തിൽ പിറക്കുവാൻ പോകുന്ന ദേവേന്ദ്രന് സമനായ നഹുഷനെ ഭർത്താവായി ലഭിക്കുമെന്ന്. അങ്ങനെയാണ് കാലങ്ങൾ കഴിഞ്ഞ് നഹുഷൻ അശോകസുന്ദരിയെ വിവാഹം കഴിക്കുന്നത്. ലാവണ്യ എന്നത് അശോകസുന്ദരിയുടെ മറ്റൊരു നാമമാണ്. നമുക്ക് ഇനി നഹുഷന്റെ കഥയിലേക്ക് തിരിച്ചു പോകാം. നഹുഷൻ ഭൂമിയിൽ അങ്ങേയറ്റം ഉത്തമനായ രാജാവായി ഭരണം നടത്തി വന്നു. അങ്ങനെയിരിക്കെയാണ് ദേവേന്ദ്രന് ത്രിശിരസ് എന്ന ബ്രാഹ്മണനെ കൊല്ലുന്നതിലൂടെ ബ്രഹ്മഹത്യാ പാപമേൽക്കുന്നത്. തുടർന്ന് വൃതാസുരൻ എന്ന അതിഭീകരനായ അസുരൻ ദേവലോകം ആക്രമിക്കുന്നു. വൃതാസുരനെ നേരിടുവാനായി ദേവേന്ദ്രൻ പുറപ്പെടുകയും അതിഘോരമായ യുദ്ധം ദേവേന്ദ്രനും വൃതാസുരനുമിടയിൽ നടക്കുകയും ചെയ്തു. വൃതാസുരനെ ഏറെ പണിപ്പെട്ട് നിഗ്രഹിക്കുവാൻ ദേവേന്ദ്രന് കഴിഞ്ഞുവെങ്കിലും താൻ ചെയ്ത ബ്രഹ്മഹത്യാ പാപത്തിന് പരിഹാരമെന്നോണം ദേവേന്ദ്രൻ ദേവലോകം വിട്ടുപോയി. ദേവേന്ദ്രന്റെ അഭാവത്തിൽ താൽക്കാലികമായാണെങ്കിൽ പോലും ദേവലോകത്തിന് ഉത്തമനായ ഒരു രാജാവ് വേണമെന്ന് ദേവന്മാർക്കിടയിൽ അഭിപ്രായമുയരുന്നതിനാൽ അതിന് ആരാണ് യോഗ്യൻ എന്ന ചർച്ച ആരംഭിച്ചു. അങ്ങനെയാണ് ദേവന്മാർ നഹുഷൻ എന്ന യോഗ്യനായ ഉത്തമനായ രാജാവിനെ ദേവേന്ദ്രൻ തിരിച്ചു വരുന്നതുവരെ ദേവലോകത്തിന് അധിപതിയാക്കുവാൻ തീരുമാനിക്കുന്നത്. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് നഹുഷൻ ദേവലോകത്തിന് അധിപതിയാകുന്നു. ദേവേന്ദ്രന്റെ സിംഹാസനത്തിലിരുന്ന് നഹുഷൻ ഇന്ദ്രലോകം ഭരിച്ചു. എന്നാൽ ഇന്ദ്രലോകത്തെ സുഖലോലുപമായ ജീവിതം പതിയെ നഹുഷന്റെ സ്വഭാവത്തെ കളങ്കപ്പെടുത്തി. തനിക്ക് കൈവന്ന ഭാഗ്യത്തിൽ നഹുഷൻ മതിമറന്ന് അഹങ്കരിക്കുവാനും മറ്റ് ദേവന്മാരോട് മോശമായി പെരുമാറുവാനും ആരംഭിച്ചു. അധികം വൈകാതെ തന്നെ ദേവന്മാർക്ക് മനസ്സിലായി നഹുഷനെ ദേവരാജ പദവി നൽകി ദേവേന്ദ്രന്റെ സിംഹാസനത്തിൽ വാഴിച്ചത് വലിയ അബദ്ധമായി പോയി എന്ന്. തൻ്റെ ദൃഷ്ടി പതിയുന്നവരുടെ ശക്തിയുടെ പാതി തനിക്ക് ലഭിക്കുമെന്ന വരം ലഭിച്ചിട്ടുള്ള നഹുഷനെ എതിർത്ത് തോൽപ്പിക്കുവാൻ അതിനാൽ തന്നെ മറ്റ് ദേവന്മാരായ വായുവിനോ അഗ്നിക്കോ വരുണനോ ഒന്നും സാധിച്ചതുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു നാൾ നഹുഷൻ ദേവേന്ദ്രന്റെ പത്നിയായ ഇന്ദ്രാണിയെ കാണുവാൻ ഇടയാകുന്നത്. അതീവ സുന്ദരിയായ ഇന്ദ്രാണിയെ കണ്ട മാത്രയിൽ തന്നെ നഹുഷന് അവളെ സ്വന്തമാക്കണമെന്നും അതിയായ ആഗ്രഹം തോന്നി. നഹുഷൻ പറഞ്ഞു, ഞാനാണ് ഇപ്പോൾ ദേവലോകത്തിൻ്റെ അധിപതി. ദേവേന്ദ്രന്റെ സിംഹാസനത്തിലിരിക്കുന്നത് ഞാനാണ്. അതിനാൽ തന്നെ ദേവേന്ദ്രന് പ്രാപ്യമായതെല്ലാം എനിക്കും ലഭിക്കേണ്ടത് തന്നെയാണ്. ദേവലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും എനിക്ക് അനുഭവിക്കുവാൻ യോഗ്യതയുണ്ട്. അതിൽ സുന്ദരിയായ ഇന്ദ്രാണിയും ഉൾപ്പെടും. നഹുഷൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവേന്ദ്രന്റെ സിംഹാസനത്തിൽ ആര് ഇരിക്കുന്നുവോ അവന് അവകാശപ്പെട്ടതാണ് ഇന്ദ്രാണി എന്ന ഈ സുന്ദരി. നഹുഷന്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രാണി ഞെട്ടി തരിച്ചുപോയി. താൻ ദേവേന്ദ്രന്റെ ഭാര്യയാണെന്നും നഹുഷനെ ഭർത്താവായി കാണുവാൻ കഴിയില്ലെന്നും ഇന്ദ്രാണി പറഞ്ഞുവെങ്കിലും നഹുഷൻ അത് സമ്മതിക്കുവാൻ തയ്യാറായിരുന്നില്ല. ഏതു വിധേനയും സുന്ദരിയായ ഇന്ദ്രാണിയെ പ്രാപിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നഹുഷന് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദ്രാണി അപ്പോൾ ഒരു ഉപായം കണ്ടെത്തി. ഇന്ദ്രാണി നഹുഷനോട് പറഞ്ഞു,
താങ്കളെ ഞാൻ ഭർത്താവായി കാണാം, താങ്കളോടൊപ്പം കഴിയാം. എന്നാൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് അങ്ങ് സാധിച്ചു തരണം. നഹുഷൻ പറഞ്ഞു. എന്താഗ്രഹമാണ് സുന്ദരി നിനക്കുള്ളത്? വേഗം പറഞ്ഞാലും. ഇന്ദ്രാണി പറഞ്ഞു. ദേവേന്ദ്രൻ എന്നെ കാണുവാനായി വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ വാഹനമായ ഐരാവതത്തിൻ്റെ പുറത്തേറിയായിരുന്നു. അങ്ങ് എന്നെ കാണുവാൻ വരുന്നത് അതിലും ഗംഭീരമായി, അതിലും രാജകീയമായി ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അറിവിൻ്റെ മഹാസാഗരമായ, അങ്ങേയറ്റം ആദരണീയരായ സപ്തർഷികളാൽ ചുമക്കുന്ന പല്ലക്കിൽ അങ്ങ് എന്നെ കാണുവാൻ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം നിറവേറ്റിയാൽ ഞാൻ അങ്ങയുടെ ഭാര്യയായി കൊള്ളാം. ഇത് കേട്ട് നഹുഷൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഇതാണോ വലിയ കാര്യം? ചുമ്മാ ആഹാരം കഴിച്ച് എവിടെങ്കിലും അനങ്ങാതിരിക്കുന്ന ഋഷിമാർക്ക് അല്പം ദേഹാധ്വാനം നല്ലത് തന്നെയാണ്. ഇന്ന് തന്നെ ദേവലോകത്തിൻ്റെ അധിപതിയായ ഞാൻ സപ്തർഷികളാൽ ചുമക്കുന്ന പല്ലക്കിൽ ഭവതിയുടെ സമക്ഷം എത്തുന്നതായിരിക്കും. നഹുഷൻ തുടർന്ന് സപ്തർഷികളോട് തന്നെ ചുമന്ന് ഇന്ദ്രാണിയുടെ അന്തഃപുരത്തിലെത്തിക്കുവാൻ ആജ്ഞാപിച്ചു. നഹുഷന്റെ ആവശ്യം കേട്ട് ആശ്ചര്യപ്പെട്ടുവെങ്കിലും സപ്തർഷികൾ ദേവേന്ദ്രന്റെ സ്ഥാനം അലങ്കരിക്കുന്ന നഹുഷന്റെ ആവശ്യം നടത്തിക്കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നഹുഷനെയും വഹിച്ചുകൊണ്ട് സപ്തർഷികൾ നടത്തം ആരംഭിച്ചു. പല്ലക്കിന്റെ മുൻവശം ചുമക്കുന്നവരിൽ പൊക്കം കുറഞ്ഞ അഗസ്ത്യമുനിയും ഉണ്ടായിരുന്നു. മറ്റ് ഋഷിമാരുടെ അത്രയും പൊക്കമില്ലാത്തതിനാൽ അഗസ്ത്യമുനിക്ക് പല്ലക്ക് ചുമന്ന് വേഗം നടക്കുവാൻ കഴിയുമായിരുന്നില്ല. എത്രയും വേഗം ഇന്ദ്രാണിയുടെ സമക്ഷം എത്തണമെന്നും അവളെ പ്രാപിക്കണമെന്നും ആഗ്രഹിച്ച് കാമപരവശനായി അക്ഷമനായി ഇരിക്കുന്ന നഹുഷന് പല്ലക്ക് വേഗം പോകാതിരിക്കുന്നതിൽ അതിയായ ദേഷ്യം തോന്നി. പല്ലക്കിൽ ഇരുന്നു കൊണ്ട് നഹുഷൻ സപ്തർഷികളോട് പറഞ്ഞു. മടിയന്മാരെ, വേഗം നടക്ക്. സർപ്പ സർപ്പ. സർപ്പ എന്നാൽ വേഗമാകട്ടെ, വേഗം നടക്കുക എന്നൊക്കെയാണ് അർത്ഥം. പല്ലക്ക് വിചാരിച്ച വേഗത്തിൽ പോകാത്തത് എന്തുകൊണ്ടാണ് എന്നറിയുവാനായി പുറത്തേക്ക് നോക്കിയ നഹുഷൻ തൻ്റെ കാലിൻ്റെ അടുത്തായി പല്ലക്ക് ചുമന്നുകൊണ്ട് പതുക്കെ പതുക്കെ കഷ്ടപ്പെട്ട് നടക്കുന്ന അഗസ്ത്യമുനിയെയാണ് കാണുന്നത്. കോപത്തോടെ നഹുഷൻ പറഞ്ഞു. ഈ കുള്ളനായ അഗസ്ത്യൻ കാരണമാണ് പല്ലക്ക് വേഗം നീങ്ങാത്തത്. വേഗം നടക്ക്. സർപ്പ സർപ്പ. ഇത്രയും പറഞ്ഞുകൊണ്ട് നഹുഷൻ അഗസ്ത്യമുനിയെ ചവിട്ടി. പല്ലക്ക് ചുമന്നുകൊണ്ട് കഷ്ടപ്പെട്ട് നടക്കുന്ന തന്നെ ചവിട്ടുവാൻ ധൈര്യപ്പെട്ട നഹുഷനെ അതീവ ക്രോധത്തോടെ അഗസ്ത്യമുനി ശപിച്ചു. നിനക്ക് ഇത്രയും അഹങ്കാരമോ നഹുഷ? സർപ്പോ ഭവ, നീ ഒരു സർപ്പമായി ഭൂമിയിലേക്ക് പതിക്കട്ടെ. ഉദരത്തിലിഴഞ്ഞ് കഷ്ടപ്പെട്ട് ഇരയെ കണ്ടെത്തി ശിഷ്ടകാലം നീ സർപ്പമായി ജീവിക്കട്ടെ. നഹുഷന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ നഹുഷൻ ഒരു സർപ്പമായി മാറി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീണു. സ്വർഗലോകത്തിനധിപതി എന്ന പദവിയിൽ നിന്നും ഒരു നിമിഷം കൊണ്ട് സർപ്പമായി ഭൂമിയിലേക്ക് നഹുഷൻ വീണു. എന്തൊരു പതനമാണത്! ഭൂമിയിലേക്ക് ഭീമാകാരനായ സർപ്പമായി വീണ നഹുഷൻ സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നോട് ക്ഷമിച്ചാലും, ഞാൻ വല്ലാതെ അഹങ്കരിച്ചു പോയി. എന്നോട് ക്ഷമിച്ചാലും, എനിക്ക് ശാപമോക്ഷം നൽകിയാലും ഇനി ഒരിക്കലും ഞാൻ അഹങ്കരിക്കുകയില്ല. സപ്തർഷികളെ, എന്നോട് ക്ഷമിച്ചാലും. നഹുഷന്റെ രോദനം കേട്ട് അഗസ്ത്യമുനി പറഞ്ഞു. നൽകിയ ശാപം തിരിച്ചെടുക്കുവാൻ എനിക്ക് കഴിയുകയില്ല. എന്നാൽ ശാപമോക്ഷത്തിനുള്ള ഉപായം ഞാൻ പറയാം. നിന്റെ വംശപരമ്പരയിൽ ജനിക്കുവാൻ പോകുന്നവനായ യുധിഷ്ഠിരൻ നിനക്ക് ധർമ്മത്തിന്റെ പൊരുൾ പറഞ്ഞു തരുന്ന ദിവസം നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയും നീ തിരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ആ ദിവസം വരുന്നതിനായി നീ കാത്തിരിക്കുക. അങ്ങനെ നഹുഷൻ തുടർന്നുള്ള കാലം യുധിഷ്ഠിരന്റെ വരവും കാത്ത് സർപ്പമായി ജീവിച്ചു പോന്നു. നഹുഷന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം ഇതാണ്. ഒരു വിജയവും ശാശ്വതമല്ല, ഒരു പരാജയവും അവസാനവുമല്ല. ഒന്നിലും മതിമറന്ന് അഹങ്കരിക്കാതിരിക്കുക. ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ എളിമയുള്ളവരായി മാറുക. അഹങ്കാരികളെ കാത്തിരിക്കുന്നത് വലിയ വീഴ്ചകളായിരിക്കുമെന്ന് എന്നും ഓർക്കുക. എല്ലാവർക്കും അപ്പോൾ ഈ ഭാഗം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.